Hello everyone. As we are approaching the NEET 2025, കുട്ടികളെല്ലാവരും അവരുടെ പ്രിപ്പറേഷൻ്റെ ഒരു ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം അക്കാഡമിക് സൈഡിലുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ഒരു വഴി കൂടെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മെൻ്റൽ ഹെൽത്തും കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ട് പ്രത്യേകമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് സെഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സോ ടുഡേ വി ആർ എക്സ്ട്രീംലി ഹാപ്പി ടു ഹാവ് ഡോക്ടർ വിപിൻ റോൾഡൻ വിത്ത് us. വെൽക്കം സർ. താങ്ക് യു. സർ, ഇപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നീറ്റ് 2025 അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പം പ്രത്യേകിച്ച് ലാസ്റ്റ് സമയത്തേക്ക് അടുക്കുമ്പോഴത്തേക്കും പൊതുവെ എല്ലാവരും ഇച്ചിരി ഒന്ന് സ്ട്രെസ്ഡ് ആവുന്നൊരു സമയമാണ്. സോ ആ ഒരു സമയം എങ്ങനെ കുട്ടികളെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ ആ ഒരു സ്ട്രെസ് നമുക്കൊന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റും? വളരെ നല്ല ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ചർച്ച ആവശ്യവുമാണെന്ന് തോന്നുന്നു. ഞാൻ നമുക്ക് ബ്രില്യൻ്റ് ഇരുന്ന് തന്നെയാണ് നമ്മൾ സംസാരിക്കുക. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളും കഴിഞ്ഞ 4 വർഷങ്ങളായിട്ടും പ്രത്യേകിച്ചും നമ്മൾ ബ്രില്യൻ്റിലെ കുട്ടികളെ പല ബാച്ചുകളായിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇവർ പഠനത്തിൻ്റെ ബുദ്ധിമുട്ടുകളായിട്ട് കണക്ട് ചെയ്യപ്പെട്ട് പഠനം അവർക്ക് പറ്റാത്തതായ രീതിയിലേക്ക് സ്റ്റക്കായി പോകുന്നതായിട്ട് കണക്ട് ചെയ്തതെല്ലാം തന്നെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം 2 കാര്യങ്ങളാണ്. ഇപ്പം ഇവിടെ ഒരു സൈക്കോളജിക്കൽ വർക്ക്ഷോപ്പ് എടുക്കുന്ന സമയത്ത് ഞാനും അവരോട് പറയാറുണ്ട്, നമുക്ക് നമ്പർ 1 ആയ സ്ഥാപനത്തിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് നൽകുന്ന സപ്പോർട്ടും ഉണ്ട്. അവരതെല്ലാം അക്നോളജ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സ്ഥാപനത്തിലാണ്, ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ ബയോളജിയൊക്കെ ഞങ്ങൾ നന്നായിട്ട് പഠിക്കാവുന്ന രീതിയിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സബ്ജക്ട്സ് പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്ച്വലി ഞങ്ങൾ ഫീൽ ചെയ്യുന്നത് ടീച്ചേഴ്സൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സ് അതിലേക്ക് സെറ്റ് ആകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അനിയന്ത്രിതമായി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോടനുബന്ധിച്ച് കടന്നു വരുന്ന ഭയാശങ്കകളാണ്. അതിനെ ശരിക്കും പറഞ്ഞാൽ ആൻറ്റിസിപ്പേറ്ററി ആൻസൈറ്റി എന്ന് വരും. എന്താവും, നീറ്റ് കിട്ടുമോ, കിട്ടിയില്ല എന്ത് ചെയ്യും? ഇപ്പോൾ റിപ്പീറ്റേഴ്സും റീ റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഞാനെപ്പോഴും ഇപ്പോൾ വർക്ക്ഷോപ്പിനിടയ്ക്ക് ഞാൻ അവരെ വിളിച്ചത് ശരിക്കും ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളെ വാരിയേഴ്സ് എന്നുള്ള രീതിയിലാണ് വിളിച്ചത്. എന്നുവെച്ചാൽ തൻ്റെ സ്വപ്നത്തിന് വേണ്ടി പടപ്പാടിൽ മുന്നോട്ട് വരുന്ന റിയൽ വാരിയേഴ്സാണ്. പരാജയപ്പെട്ട് പോകാൻ തയ്യാറായില്ല. അപ്പോൾ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവരുടെ മനസ്സിനെ ഒരുക്കുക, മനസ്സിൻ്റെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ശരീരത്തിൻ്റെ ഹെൽത്ത് പോലെ തന്നെ മനസ്സിൻ്റെ ഹെൽത്തോട് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയിലേക്ക് ഒരുങ്ങുമ്പോഴും എല്ലായ്പ്പോഴും. അപ്പോൾ പലപ്പോഴും നമ്മുടെ ശാരീരികമായ അസ്വസ്ഥതകൾ, പുറം വേദന, അല്ലെങ്കിൽ തലവേദന, കൈകാൽ കഴുപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് ഫിസിക്കൽ ഡയമെൻഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ ഡോക്ടറെ കാണും. ചിലപ്പോൾ ഇതേ പെയിൻ വരാം, അത് മനസ്സിന്റെ അസ്വസ്ഥത കൊണ്ട് വരാം, അത് സൈക്കോസൊമാറ്റിക് ഇൽനെസ് ആണ്. അപ്പോൾ കുട്ടികൾക്കുള്ളിൽ ഏറ്റവും കൂടുതലായിട്ട് ആൻസൈറ്റി അസ്വസ്ഥതകൾ കാണുന്നുണ്ട്. പല ആൾക്കാർക്ക് ഉറക്കം കിട്ടുന്നില്ല, പല ആൾക്കാർക്കും അസ്വസ്ഥതകൾ മനസ്സിലിങ്ങനെ പെരുകി വരുന്നു. ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ ഇവിടെ കമ്പാരിസൺസിലേക്ക് വരുന്നു. ചെറിയ ആളുകൾക്ക് ഇങ്ങനെ പഠിച്ചിട്ട് പോകാൻ പറ്റുമോ എന്നുള്ള ആശങ്കകളെല്ലാം വരുന്നു. അങ്ങനെ അവരുടെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയാണ് വളരെ സ്പെഷ്യലായിട്ട് ഒരു സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൂടെ. ഇതൊരു മോട്ടിവേഷൻ പ്രോഗ്രാം അല്ല. മോട്ടിവേഷൻ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. എങ്ങനെയാണ് മനസ്സിനെ നമ്മൾ പരിശീലിക്കപ്പെടേണ്ടത്, ചിന്തകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ചിന്തകളെ എങ്ങനെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിജയത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതിലൊരു രസകരമായൊരു തലം എന്ന് വെച്ചാൽ നമ്മൾ ബ്രില്യൻ്റ്ലി പ്രോഗ്രാമുകൾ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ വിജയ ശതമാനത്തിൽ വളരെ പോസിറ്റീവായ റിസൾട്ട് വരികയും ഈ കയ്യാലപ്പുറത്തൊക്കെ നിൽക്കുന്ന പോലത്തെ പല ആളുകളുണ്ടല്ലോ, ഇവർക്ക് അവരുടെ മനസ്സിനെ ട്യൂൺ ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് വിജയത്തിലേക്ക് പോകാൻ പറ്റിയെന്നുള്ളത് നമുക്ക് പേഴ്സണലി കിട്ടിയ റിപ്പോർട്ടുകൾ, ഇവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്ന് പറയുന്നത് സബ്ജക്ട്സ് പഠിച്ച് എടുക്കാൻ തക്കവണ്ണം മനസ്സൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലേക്ക് ഒരുങ്ങുന്ന കുട്ടിയെ അതിന് മനസ്സിനെ ഒരുക്കാൻ സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആന വാങ്ങാനായിട്ട് നമ്മൾ റെഡിയാണ്. പക്ഷെ ആനയെ കൺട്രോൾ ചെയ്യുക, അതായത് നമ്മുടെ ആനയെ കൺട്രോൾ ചെയ്യുന്ന തോട്ടി പോലെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ചില പരിശീലനങ്ങളും കൃത്യമായ രീതിയിൽ കൺസൾട്ടേഷനും പേഴ്സണൽ മെന്ററിങ്ങും ഒക്കെ കൊടുത്ത് വേണം ശരിക്കും കുട്ടികളെ ഒരുക്കണം എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. കാരണം പല കുട്ടികളും അത്തരം ആവശ്യങ്ങളായിട്ട് വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്തപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ പറയുന്ന പോലെ നമ്മൾ പറയുന്നതെല്ലാം തന്നെ കുട്ടികൾ അതുപോലെ റിസെപ്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്. കാരണം അത് അതോറിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഞാനിപ്പോ ഒരു ബാച്ചിൽ ഏകദേശം 1000 കുട്ടികളെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ സംബന്ധിച്ചാൽ ഇവരെല്ലാം ആഗ്രഹിക്കുകയാണ് എങ്ങനെയും കിട്ടണം. അപ്പൊ അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സ്ട്രെസ് അകത്ത് 2 തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ഒന്ന് സ്ട്രെസ്, അത് പോസിറ്റീവ് സ്ട്രെസ് ആണ്, ഇത് നമ്മൾ തളർന്നു പോവില്ല. മറ്റൊരു ഡിസ്ട്രെസ് ആണ്, എന്ന് വെച്ചാൽ നമ്മൾ
കിട്ടണം എന്നങ്ങ് ആഗ്രഹിച്ച് നമ്മൾ തളർന്നങ്ങ് വീഴുവാണ്. ഒരവസ്ഥ അപ്പൊ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ നമുക്ക് പറ്റുന്നില്ല. കണ്ണുനീരും അസ്വസ്ഥതകളും വേദനകളുമായിട്ട് മാറുകയാണ്. ഇത് ഡിസ്ട്രെസ് ആണ്. ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ഈ ഡിസ്ട്രെസ് മൂലം നമുക്ക് റിസൾട്ടിനെ എഫക്ട് ചെയ്യും. കാരണം പഠിക്കാത്തത് കൊണ്ടല്ല പല കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാത്തതോ അല്ലെങ്കിൽ നീറ്റ് പാസ്സാക്കാൻ പറ്റാത്തത്. അവരുടെ മനസ്സ് ആ സമയത്ത് അനിയന്ത്രിതമായ ഉത്കണ്ഠകളിലേക്ക് പോകുന്നു. ഓവർ തിങ്കിങ് ആണ് ഇവരെല്ലാവരും പറഞ്ഞത്. ഞങ്ങൾ ഓവർ തിങ്കിങ് വേണം PhD എടുക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. അത്രമാത്രം ഓവർ തിങ്കിങ് വരുന്നു. അപ്പോൾ ഈ ഒരു ആൻറ്റിസിപ്പേറ്ററി ആൻസൈറ്റി അല്ലെങ്കിൽ എന്താകും എന്നുള്ള ആൻസൈറ്റി, നിയന്ത്രിക്കാൻ പറ്റാത്ത ചിന്തകൾ, അനിയന്ത്രിതമായ സങ്കടം, വീട്ടുകാരെന്ത് വിചാരിക്കുന്നുള്ള പോലത്തെ ചിന്തകൾ, കൂട്ടുകാരെന്ത് വിചാരിക്കുന്നു ചിന്തകൾ. ചില ആൾക്കാരൊക്കെ നിങ്ങൾക്ക് കിട്ടൂല എന്നൊക്കെ പറഞ്ഞ ചില ആളുകളുണ്ട്. നമുക്ക് ഒരു പിയർ പ്രഷർ പിയർ പ്രഷർ ഉണ്ട്. കാരണം ഒരാളുടെ മാർക്ക് കൂടുന്നു, മറ്റേയാളുടെ മാർക്ക് കുറയുന്നു. ഈ പിയർ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും, പ്രത്യേകിച്ച് നമ്മളിവിടെ വരുന്ന എല്ലാ കുട്ടികളും ഏറ്റവും സ്മാർട്ടായ കുട്ടികളെയാണ് നമുക്ക് പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ കടന്നു വരിക. അപ്പോൾ ഇവിടുത്തെ എക്സാംസ് വരുമ്പോഴത്തേക്കും നാച്ചുറലി നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ നമുക്ക് മാർക്ക് മാറും. അപ്പോൾ ചില ആളുകൾക്ക് ആ മാർക്കിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത പോലെ അവസ്ഥകൾ വരും. പക്ഷേ ഇവരുടെ മനസ്സിനെ ഒന്ന് ട്യൂൺ ചെയ്യപ്പെടുകയും കോൺഫിഡൻസ് റീബിൽഡ് ചെയ്യുകയും ചെയ്യുക വഴിയായിട്ട് ഇവർ തിരിച്ചു വരുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചിന്തകളാണ് മനസ്സിൽ വരുന്നതെന്ന് കണ്ടെത്തണം. ഇതിന് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് പറയും. എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളെ ഞാൻ കണ്ടെത്തുകയും സാധിക്കുമെങ്കിൽ അതൊന്ന് കുറിക്കുകയും ആ ചിന്തകളെ ഡിസ്പ്യൂട്ട് ചെയ്യുക എന്ന് പറയും. ഇതൊക്കെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ ഒരു ഭാഗമാണ്. അപ്പം ചിന്തേരിടുക എന്നൊക്കെ നമ്മൾ പറയുന്നത്, തടിയൊക്കെ ബനിപ്പിക്കാൻ ചിന്തേരിടുന്നത്, ഈ ചിന്തകളെ ശരിക്കും നമ്മളതിനെ ലോജിക്കൽ റീസണിങ് വഴി ഡിസ്പ്യൂട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതൊക്കെയാണ് വേണ്ടത്. പക്ഷേ ഈ നമ്മൾ സബ്ജക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ അത് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് എപ്പോഴും ഒരു ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും സൈക്കോളജിക്കൽ സപ്പോർട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി എടുക്കപ്പെടുന്ന പ്രക്രിയകളൊക്കെ നമ്മൾ പലപ്പോഴും കുട്ടികളെ ഇൻഡിവിജ്വലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, ഗ്രൂപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, അവരുടെ കുഴപ്പം കൊണ്ടല്ല. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു മാർക്ക് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ദേ യൂഷ്വലി തിങ്ക് ദാറ്റ് ഇറ്റ്സ് എൻഡ് ഓഫ് ദ വേൾഡ് അല്ലേ. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ദേ ഡോണ്ട് നോ. ഇപ്പം നമുക്ക് റിപ്പീറ്റേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികളൊക്കെ അവര് ഭയങ്കര വിഷമിച്ചായിരിക്കും. മീൻസ് ചെറിയൊരു ഇതിൽ ആ സമയത്ത് നമ്മുടെ ആ ഒരു സ്ട്രെസ് കൊണ്ട് അല്ലെങ്കിൽ അത്രയും നാളും വളരെ സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഗ്രാഫ് പൊക്കോണ്ടിരുന്ന കുട്ടികളായിരിക്കും ചിലപ്പം അന്ന് ആ ഒരു ദിവസത്തെ ഒരു സ്ട്രെസ് കയറിയിട്ടായിരിക്കും. ഡെഫിനറ്റ്ലി ഈ പറയുന്ന പോലെ ആ ഒരു സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് കുട്ടികൾ പഠിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചെയ്യേണ്ട ഇത്ര രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ മനസ്സിൽ വരുന്ന ഈ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഈ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ചിന്തകളും ചിന്താധാരകളും ഒക്കെ കടന്നു വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചിന്തകളെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിന്തകൾ നമുക്ക് നിഷേധാത്മകമായ ചിന്തകളാണെന്ന് മനസ്സിലാക്കുകയും അവ നമ്മളെ പഠനത്തിന് സഹായിക്കില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അവിടെ നമ്മൾ മിക്കവാറും കുട്ടികളെല്ലാം ഡോക്ടേഴ്സ് ആകാൻ തന്നെ വരുന്നവരാണെങ്കിൽ പോലും ഈ മനസ്സിന്റെ കാര്യത്തിൽ അവരത്ര ട്രെയിൻഡ് അല്ല, സബ്ജക്ട്സിന്റെ കാര്യത്തിലൊക്കെയാണ്. അപ്പൊ അവർക്ക് തന്നെ ഐഡന്റിഫൈ ദ നെഗറ്റീവ് തോട്ട്സ്. ഇതെന്തുകൊണ്ട് വരുന്നു? അകാരണമായ ചില ഭയങ്ങളിൽ നിന്ന് വരുന്നു. ഇതെന്തുകൊണ്ട് വരുന്നു? നമ്മുടെ ഉള്ളിൽ സപ്പോസ് ഇത് കിട്ടിയില്ലെങ്കിൽ ഭാവി ഇരുളടഞ്ഞതാണെന്ന പോലത്തെ ചില തോന്നലുകൾ കിടക്കുന്നു, ചില വിശ്വാസങ്ങൾ കിടക്കുന്നു. അപ്പൊ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവരുടെ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒരു ഹാൻഡ് ഹോൾഡിങ് കൊടുത്തുകൊണ്ട് എങ്ങനെ ചിന്തിക്കണമെന്നും എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവരെന്ത് തിരിച്ചറിയേണ്ടത്, ഞാനൊരു ആക്ഷൻ പോലെ കാണിച്ചു തരാം. ഇപ്പം നമ്മളൊരു ഒരു ഒരു പ്രത്യേക ഒരു അളവ് പോലെയാണ് തരിക. അപ്പം കിട്ടണം എന്നുള്ളത് ഹൈ അറൗസൽ എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഹൈ സ്ട്രെസ്സോടെ വരികയാണെങ്കിൽ കിട്ടണമെന്നുണ്ട്, അതേസമയം തന്നെ ഹൈ സ്ട്രെസ് നിൽക്കുകയാണെങ്കിൽ ലോ പെർഫോമൻസ് ആയിരിക്കും. അതായത് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു, അതേസമയം തന്നെ ആവശ്യമല്ലേ നമ്മളെന്തായിരുന്നു മണിച്ചിത്രത്തിലെ അവസാനത്തെ ആ നാഗവല്ലി ആകുന്നതിന് മുമ്പുള്ള എന്താ പറയുക, നാഗവല്ലി അതിന്റെ കോംപ്ലക്സ് അല്ല, ആ ബ്രീത്തിങ് പോലെയൊക്കെ വരുന്ന പോലെ വരിക എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഹയറായിട്ട് വരുന്നതാണ്. ഹൈ അറൗസൽ എന്ന് വെച്ചാൽ ആവേശം, കിട്ടണം, ആഗ്രഹം, ഫോക്കസ് ശക്തമായി നിൽക്കണം. ലോ സ്ട്രെസ്സിലേക്ക് പോകണം. അപ്പൊ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ ലൈഫ്. ഇതൊരു എക്സാം മാത്രമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടത്? എത്ര ആയിരക്കണക്കിന് പരീക്ഷകൾ എഴുതിയിട്ടാണ് വരുന്നത്. ഇതും അതുപോലുള്ള മറ്റൊരു എക്സാം മാത്രമാണ്. ഈ രീതിയിലൊന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിന് മറ്റൊരു എക്സാം മാത്രമാണെന്ന് കണ്ടുകൊണ്ട് പരീക്ഷയിലേക്ക് എഴുതുമ്പോഴാണ് നമുക്ക് ഇതിനൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുക. പക്ഷെ ഇവരെന്താ ചിന്തിക്കുന്നത്, ഇത് അങ്ങനെയൊന്നുമല്ല സാർ, ഇത് മറ്റൊരു എക്സാം, വളരെ നീറ്റാണ്, ഇത് കിട്ടിയില്ല, എൻ്റെ സ്കോർ താഴെ പോയി, അല്ലെങ്കിൽ എൻ്റെ ഭാവിയിലുള്ളടഞ്ഞാന്ന് പറഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞിട്ടുള്ള കിട്ടാതെ വന്നുള്ള അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ചു പോയാൽ അത് നമ്മുടെ പ്രസന്റ് പെർഫോമൻസ് ബാധിക്കും. മൈൻഡ്ഫുൾനെസ് പറയുന്നത് ബി പ്രസന്റ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. ഇന്ന് നിങ്ങൾക്ക് എത്ര പോർഷൻ ചെയ്യാൻ പറ്റും അത് ചെയ്യുക.
ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക, ക്ലാരിഫൈ ചെയ്ത് പോവുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക, സൗഹൃദങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, മറ്റെന്തെങ്കിലും കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് അതിലേക്കൊന്നും പോകാതിരിക്കുക. ഡിസ്ട്രാക്റ്റേഴ്സ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ചില ആളുകൾക്ക് പുറത്തുള്ള ചില ആളുകളുമായിട്ടുള്ള ഈ പ്രായമാണ്, ചിലർക്ക് പ്രണയബന്ധങ്ങളാകാം, ചിലർക്ക് ചിലരുടെ ബന്ധങ്ങൾ തകർന്നു പോയതിൻ്റെ ഫീനാകാം. അപ്പോൾ റിജക്ഷൻ സെൻസിറ്റിവിറ്റി അവിടെ ഹയറായി, ചിലർക്ക് ട്രോമ പോലെ അത് വന്ന് കിടക്കുകയാണ്. ഇനിയിപ്പോൾ അവർ പഠനത്തെക്കാൾ ഇവരായിട്ട് മറ്റ് കാര്യങ്ങൾ ഡിസ്ട്രാക്ടറായിട്ട് ചിലർ പോകുന്നുണ്ടാവും. അതിപ്പോൾ ഏത് ബാച്ച് വന്നാലും അവർക്ക് ഇത്ര ബുദ്ധിമുട്ട് വരും, കാരണം ടീനേജേഴ്സാണ്. അപ്പോൾ ടീനേജേഴ്സിൻ്റെ ഈ പ്രായത്തിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ അപ്പോൾ പെൺകുട്ടികൾ ഫേസ് ചെയ്യപ്പെടുന്ന പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ഉണ്ട്. അവരുടെ പീരിയഡ്സിനോടനുബന്ധിച്ചൊക്കെ അതിന് മുമ്പുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകളുണ്ട്, അതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബോയ്സ് ചിലപ്പോൾ ആ ലെവലിലായിരിക്കും, മറ്റൊരു ലെവലിലേക്കായിരിക്കും. ഇതിനെക്കുറിച്ച് നമ്മളൊരു ഇമോഷണൽ അവയർനെസ് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിൻ്റെയാണ്, ഇത് കടന്നു പോകും, ഇത് മൂലം എൻ്റെ പരീക്ഷ തടസ്സപ്പെടുത്താമെന്നില്ല. ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ടിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മളിവിടെ മനസ്സിനെ പരിശീലിപ്പിച്ച് മനസ്സിൽ ഇവരെ വിജയം കാണാനായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇവര് മനസ്സിൽ പരാജയമാണ് കാണുന്നത് കരുതുക. ഇപ്പോൾ നമ്മളിത് എനിക്കൊന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ വീണ്ടും പലരും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ കണ്ടാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മനസ്സിൽ വിജയത്തെ കാണുക. ഏത് സാഹചര്യങ്ങൾ വിജയത്തിലേക്ക് എത്താൻ പറ്റും നോക്കുക. അതിനുവേണ്ടി ഞാൻ ഏത് രീതിയിൽ പഠിക്കണം, എത്ര സമയം സ്പെൻഡ് ചെയ്യണമെന്ന് നോക്കുക. അതനുസരിച്ച് എൻ്റെ സ്റ്റഡി സ്കെഡ്യൂൾ തയ്യാറാക്കുക. എൻ്റെ പഠന രീതികളിൽ മാറ്റം വരുത്തുക. ഉദാഹരണത്തിന് 25 മിനിറ്റ് പഠിച്ച് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന പോമോഡോറോ ടെക്നിക് ഉണ്ട്. ഇത് ജാപ്പാനീസ് പഠന രീതിയാണ്. വേറൊരു മെത്തേഡിൽ 40 മിനിറ്റ്സ് പഠിച്ചിട്ട് നമ്മൾ പിന്നീട് ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഒരു 40 മിനിറ്റ്സിലേക്ക് പോകുന്നു, അതിനുശേഷം ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുന്നു. അതങ്ങനെ ചെയ്യുന്ന രീതിയിലുണ്ട്. ഈ രീതിയിലുള്ള പഠന രീതികൾ അവനവന് ചേരുന്നത് പഠിക്കാം. ചിലർക്ക് രാത്രി പഠിക്കുന്നതാണ് സന്തോഷം, ചിലർക്ക് രാവിലെ പഠിക്കുന്നതാണ് സന്തോഷം. അത് അവർ തീരുമാനിച്ചാൽ മതി. പക്ഷെ പഠിക്കാനിരിക്കുമ്പോൾ എന്നെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു ചോദ്യവും എനിക്കെതിരെ വരികയില്ല എന്ന ഒരു ദൃഢനിശ്ചയത്തോടെ ആത്മവിശ്വാസം മനസ്സിൽ അഫർമേഷനായിട്ട് കൊടുക്കണം. അവനെ നമ്മൾ പലപ്പോഴും മനസ്സിൻ്റെ ചിന്തകളുടെ പ്രത്യേകതകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പല കോൺസെപ്റ്റ്സും വരുമ്പോഴേക്കും വിജയം എങ്ങനെയാണ് വെറുതെ ചിന്തിച്ചുകൊണ്ട് ഉണ്ടാകുന്നതെന്നൊരു സംശയം വരും. നമ്മളെപ്പോഴും പറയാറുള്ള എക്സാമ്പിൾ, വിമാനം ആദ്യം എവിടെയാണ് പറന്നതെന്നാണ് ചോദിക്കുക. വിമാനം പറന്നത് ആകാശത്താണോ അതോ മറ്റെവിടെയെങ്കിലും ആണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ വരും. സത്യത്തിൽ വിമാനം എവിടെയാണ് ആദ്യം പറന്നത്? നമ്മുടെ മനസ്സിലാണ്. റൈറ്റ് ബ്രദേഴ്സിന്റെ മനസ്സിൽ വിമാനം പറക്കുന്നതായിട്ട് കണ്ടു. അന്ന് ഇപ്പോഴത്തെ ഫോമിലുള്ള വിമാനമൊന്നുമല്ല, എയ്റോപ്ലെയിൻ അല്ല. അത് ഗ്രാജുവലി അതിനോട് എഫോർട്ട് ഇട്ടു. പക്ഷെ അവര് ഓർക്കണം, അവര് 2 സൈക്കിൾ ആൾക്കാരായിരുന്നു. സൈക്കിൾ നന്നാക്കുന്നവരോ കൊടുക്കുന്നവരോ ഒക്കെ ആയിട്ടാണ് നമ്മൾ ചരിത്രം പറയുക. അപ്പോൾ ഒരു രീതിയിൽ ഒരു എയ്റോപ്ലെയിൻ കണ്ടെത്തുന്ന ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിലും അവരുടെ ചിന്തകളുടെ ശക്തിയാണ് അവിടേക്ക് എത്തിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നീറ്റ് പാസ്സാകുന്നതിനകത്ത് ചിന്തകളുടെ ശക്തി പരിശീലിക്കപ്പെടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് സ്ട്രെസ് മാനേജ്മെന്റ് അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ്. സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെ സ്ട്രെസ് ഒന്നുമില്ല, റിലാക്സേഷൻ ആയി എന്ന് പറയുന്നത് കൊണ്ട് നീറ്റ് പാസ്സാവില്ല. ഞാൻ ചിന്തിക്കണം, വിജയിക്കുന്നതായിട്ട് കാണണം. വിജയിക്കുന്നതിന് മുൻപേ എൻ്റെ മനസ്സുകൊണ്ട് തന്നെ വിജയിക്കണം. എന്ന് നമ്മളിവിടെ കൊടുത്തൊരു പവർഫുൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ അവര് ഒരു പുതിയ വ്യക്തിയായിട്ട് മാറി പഠിക്കുന്നതാണ്. അവരുടെ ഓരോ ദിവസങ്ങളും ബെറ്റർ ആയിട്ട് പോകുന്നതാണ്. അവർ തന്നെ കൃത്യമായ രീതിയിലേക്ക് ഡിസൈൻ ചെയ്യുന്നത് അവർ ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലേക്ക് ഒരു മനോചിത്രങ്ങളായിട്ട് കൊടുക്കുകയാണ്. മെന്റൽ ഇമേജസിന്റെ പ്രത്യേകത, അകത്തെന്ത് കാണുന്നു അത് പുറത്തു വരും. ഇപ്പൊ ബുർജ് ഖലീഫയെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഈ ബുർജ് ഖലീഫ മുമ്പ് അവിടെ ഇല്ലായിരുന്നു. അവിടെ വന്നത് എങ്ങനെയാണ്? അത് അതിൻ്റെ റൂളേഴ്സിന് മനസ്സിൽ ഇങ്ങനെ ഒരു സാധനം വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ എഞ്ചിനീയേഴ്സും മറ്റ് ഡിസൈനേഴ്സും ആ കാര്യങ്ങളിലേക്ക് എത്തിച്ചു. നമ്മളിന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തി. ഇപ്പോൾ നമുക്ക് സ്പേസ് എക്സ്, അത് എലോൺ മസ്കിന്റെ മനസ്സിൽ വന്ന സംഭവമാണ്. അമേരിക്കൻ ഇലക്ഷനിൽ ആദ്യഘട്ടത്തിൽ ആരും പ്രതീക്ഷിക്കാതെയാണ് ട്രംപ് വിജയിച്ചത്. 2ാം ഘട്ടത്തിൽ എനിക്കൊന്നും സീറ്റ് കിട്ടിയില്ലെന്നോ അത് പരാജയപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. 3ാം ഘട്ടത്തിൽ വീണ്ടും അദ്ദേഹം ഗ്യാപ്പിന് ശേഷം ശക്തമായി തിരിച്ചു വന്ന് അദ്ദേഹത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ആകണമായിരുന്നു അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, കണ്ടു. APJ അബ്ദുൽ കലാം സ്വപ്നം കാണാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ വെറുതെ ഇരുന്ന് ദിവാസ്വപ്നം കാണുന്നത് സമയം കൊല്ലല എന്ന് പറയുന്നതിനപ്പുറത്ത് എന്താണോ കാണേണ്ടത് അത് മനസ്സിൽ കാണുമ്പോൾ ഒരു ഹോളോഗ്രാഫിക് മൈൻഡ് തിയറി എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ കാര്യമാണ്. അതായത് ബ്രെയിൻ മനസ്സിൽ കാണുന്നതെല്ലാം നാളെ സംഭവിക്കപ്പെടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചേക്കുന്നതാണ്. അതായത് തോട്ട്സ് ബിക്കം തിങ്സ്. അപ്പൊ കിട്ടൂല എന്ന് വിചാരിച്ചാൽ എന്താവും? കിട്ടൂല. കിട്ടുമെന്ന് വിചാരിച്ചാൽ എന്താവും? കിട്ടും. പക്ഷെ അതിനോട് എന്ത് വേണം? ആക്ഷൻ വേണം. അപ്പോൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകണം. പക്ഷെ ഇടയ്ക്ക് മൈൻഡ് ഡൗൺ ആകുമ്പോൾ അത് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ടോ കൗൺസിലിംഗ് സപ്പോർട്ടോ ഒരു പേഴ്സണലായിട്ടൊരു മെൻറ്ററിങ് ഒക്കെ എടുക്കേണ്ടി വന്നാൽ അതങ്ങ് എടുത്തോണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നത് വെച്ചാൽ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മനസ്സിലൊന്ന് സെറ്റ് ആക്കിയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് മാർക്ക് കിട്ടുമായിരുന്നു, സമയം കഴിഞ്ഞ് ചിന്തിച്ച കാര്യമില്ല. അതുകൊണ്ട്
ഇപ്പോൾ ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് വരാനുള്ള സമയമേ ഉള്ളൂ. കൂടെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിൽ സ്ട്രോങ് ആയിട്ട് കാണുകയും വിശ്വസിക്കുകയും അതിനുവേണ്ടി ആക്ഷൻ എടുക്കുകയും അത് ഊണിലും ഉറക്കത്തിലും ഞാൻ ഒരു MBBS ഒരിക്കൽ ഞാൻ ഒരു പുതിയൊരു പരീക്ഷ പാസ്സാകുന്നു, ഞാൻ ഒരു മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു, ഞാൻ ആഗ്രഹിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടുന്നു, ആ വൈറ്റ് കോട്ട് സെറമണിയിൽ പങ്കെടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇന്നിവിടെ കുട്ടികളെ കൊണ്ട് ഫീൽ ചെയ്യിച്ചപ്പോൾ അവർ കരയാണോ ചിരിക്കുകയാണോ ആനന്ദ നൃത്തം ചെയ്യുകയാണോ എന്നത്, കാരണം അവർക്കത് കാണാൻ പറ്റുന്നില്ലായിരുന്നു. മനസ്സിൽ കാണാൻ പറ്റിയ സ്ഥിതിക്ക് ഇനി അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം ഇത്തരത്തിൽ അതിശക്തമായ രീതിയിലുള്ള മൈൻഡ് ട്രെയിനിങ് കൊടുത്ത് സൈക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതനുസരിച്ച് ഒട്ടനവധി പേര് നിങ്ങളുടെ എഫോർട്ട് അവരിലൂടെ സാക്ഷാത്കരിക്കുന്നു. ടീച്ചേഴ്സ് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു, അവർക്ക് കൂടുതൽ അഡ്മിഷൻ കിട്ടാനായിട്ട് മനസ്സൂടെ സെറ്റാക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഒരു കൂട്ടുത്തരവാദിത്തത്തിലൂടെയാണ് സത്യത്തിൽ ഈ റിസൾട്ട് വരുന്നത്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ ഒരു ഇനിഷ്യേറ്റീവ് ബ്രില്യൻ്റ് മാത്രമാണ് എനിക്കും തോന്നുന്നു. മറ്റു ചിലത്തൊക്കെ ചില സെഷൻസ് കൊടുക്കുന്നുണ്ടാവും, പക്ഷേ കൃത്യമായിട്ടൊരു കോഗ്നിറ്റീവ് ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം അത് തീർച്ചയായിട്ടും. കാരണം നിരന്തരമായി ഇൻവൈറ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ നമുക്കത് വലിയ സന്തോഷമാണ്, കാരണം ഇതിനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മനസ്സൊരുക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ മനസ്സിനെ സച്ചിന്തകളാൽ നിറച്ച് ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം എന്നുള്ളതാണ് ഞാനിന്ന് പല എക്സാമ്പിളിലൂടെ പറയാൻ ശ്രമിച്ചത് കേട്ടോ. താങ്ക് യു സർ. അപ്പം ശരിക്കും പറഞ്ഞാൽ സർ കുറേയധികം ക്വയറീസ് കുട്ടികൾക്ക് പൊതുവെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അവർ കോമൺ ആയിട്ട് അവർ റേസ് ചെയ്യുന്ന ഒരു കൺസേൺ എന്താണെന്ന് പറയാം. കോമൺ ആയിട്ട് ഇത് ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉള്ള കൺസേൺസും ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ബാച്ചുകളിലൂടെ നിരന്തരമായിട്ട് കുട്ടികളിലേക്ക് പോകുമ്പോഴുള്ള കൺസേൺസ് എന്ന് പറയുന്നത് എല്ലാം ഒരു ആൻസൈറ്റിയാണ്. കിട്ടുമോ, കിട്ടിയില്ല എന്ത് ചെയ്യും? അപ്പോൾ ഇത് ആൻറ്റിസിപ്പേറ്ററി ആൻസൈറ്റി എന്ന് പറയുന്ന സാധനം. ഇത് കൂടുമ്പോഴേക്കും സങ്കടമാവും, ചിലപ്പോൾ അത് വല്ലാത്തൊരു ഫ്രസ്ട്രേഷനായി മാറും. ഈ ഫ്രസ്ട്രേഷൻ ഇറിറ്റേഷനായിട്ട് ദേഷ്യമായി മാറും. എല്ലാവർക്കും അവരുടെ അച്ഛൻ്റെ അമ്മയുടെ മുഖം ഓർക്കുമ്പോൾ അവരുടെ കണ്ണ് നിറയരുത്, അവരുടെ അഭിമാനത്തിൽ നിറയ്ക്കണം എന്നുള്ള ചിന്തകളിലേക്ക് വരും. പക്ഷെ പഠിക്കാനിരിക്കുമ്പോഴേക്കും ഡിസ്ട്രാക്ഷൻ ശക്തമാകും, കോൺസെൻട്രേഷൻ ഒട്ടും കിട്ടുന്നില്ല, മനസ്സിൽ ആശങ്കകൾ നിറയുകയും കോൺഫിഡൻസ് ലൂസായി പോവുകയും ചെയ്യുന്നു. എനിക്കിത് കിട്ടുമോ, ഇനി ഇത് കിട്ടിയില്ല എൻ്റെ ഭാവി എന്താവും, ഇപ്പം ഞാൻ റിപ്പീറ്റാണ് റിപ്പീറ്റാണ്, ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കോമൺ ആണ്. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇത് പൊതുവെ ഷെയർ ചെയ്യുമ്പോൾ ബാക്കി പേർക്ക് ആശ്വാസമാണ്. അപ്പൊ എനിക്ക് മാത്രമല്ലല്ലേ, എല്ലാവർക്കും ഉണ്ട്. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ ഫേസുണ്ട്. ചിലർക്ക് അത് ഓപ്പൺ അപ്പ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ. എല്ലാവരും കൂടെ ഓപ്പൺ അപ്പ് ചെയ്ത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യണം. അപ്പോൾ കുട്ടികൾക്കാണല്ലോ ഇപ്പോൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ ഒരുപാട് പേര് ഈ ഒരുപക്ഷെ നാളെ ഈ വീഡിയോ ചിലപ്പം ഏതെങ്കിലുമൊക്കെ സമയത്ത് കണ്ടേക്കാം. നിങ്ങൾ ആകെ ചെയ്യേണ്ടതുള്ളൂ ഇത്തരത്തിൽ നിങ്ങളുടെ ആശങ്കകൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഈ ആശങ്കകൾക്ക് ഒരു അടിസ്ഥാനമുണ്ടോ എന്ന് നോക്കുക. പലതും ആശങ്കകളിൽ നിന്നും പല ചിന്തകളും ആശങ്കകളിൽ നിന്ന് വരുന്നതായിരിക്കും. ഈ ആശങ്കയുടെ അടിസ്ഥാനപരമായി കിടക്കുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആത്മവിശ്വാസമില്ലായ്മയും നമ്മുടെ പ്രിപ്പറേഷനിലുള്ള നമ്മുടെ ഒരു അവ്യക്തതയൊക്കെ ആയിരിക്കും. ടീച്ചേഴ്സിനോട് ചേർന്ന് നിന്ന് കൃത്യമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് ടീച്ചേഴ്സ് നിങ്ങൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായി ഫോളോ ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നതാണ് ഒരു തരം. രണ്ട്, ഈ ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തൊരു ഡയലോഗുണ്ട്. ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയുന്നത്, ഡോക്ടർ സ്ട്രേഞ്ച് ഫേസ് യുവർ ഫിയേഴ്സ് എന്നുള്ളതാണ്. വിളിച്ചോട്ടിട്ട് കാര്യമില്ല, കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. നമ്മളിങ്ങനെ റിയലൈസ് ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് ശാന്തമായിട്ട് ഒരു കസേരയിൽ ഇരിക്കുക, കണ്ണുകളടച്ച് ശ്വാസത്തിൽ ദീർഘമായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ എന്ത് ഫീലിംഗ് ആണുള്ളത് എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഫീലിങ്സിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ നോക്കുക. ഒബ്സർവ് ചെയ്യുമ്പോൾ ഗ്രാജ്വലി ഇത് നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന പോലെ തോന്നും. കാരണം നമ്മൾ ആശങ്കപ്പെടുന്ന പലതും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നെഞ്ചിനകത്ത് ഇങ്ങനെ ഭാരമായി നിൽക്കുന്നതാണ്. ഒരു 2-3 തവണ ഇങ്ങനെ ബ്രീത്ത് ഫോക്കസ് ചെയ്ത് ആ ബ്രീത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഈ അസ്വസ്ഥതയിലേക്ക് കൊടുത്ത് ശാന്തമായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ മേഘപാളികൾ ഇങ്ങനെ അകന്നകന്ന് പോകുന്ന പോലെ നമ്മുടെ മനസ്സ് സ്വസ്ഥമാകും. ഇങ്ങനെ ആദ്യഘട്ടത്തിൽ നിന്ന് ഇരിക്കാനൊക്കെ പോയാൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഗ്രാജ്വലി അങ്ങനെ ഇരുന്നിരുന്ന് നമ്മുടെ ശ്വാസത്തിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഒരു സാധാരണഗതി നമുക്ക് ഇപ്പോൾ ഞാൻ ആ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സൊല്യൂഷനോടെ അങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മുടെ ശ്വാസത്തിൽ ഫോക്കസ് ചെയ്ത് ആർക്ക് വേണമെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നുള്ളൂ. നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു മനസ്സിലൊരു 6 കൗണ്ടോ 4 കൗണ്ടോ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് മനസ്സിൽ കണ്ടുകൊണ്ട് ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഒന്ന് ശ്വാസം ഹോൾഡ് ചെയ്ത് ഒരു എടുത്തതിനേക്കാൾ 2 കൗണ്ട് കൂടുതലാക്കിയിട്ട് 6 എടുത്താൽ 8, ഇപ്പം 4 എടുത്താൽ 6 സമയം എടുത്തുകൊണ്ട് ശ്വാസം ദീർഘമായി പുറത്തേക്ക് വിട്ട് ഇതൊരു 3-4 ടൈമൊക്കെ എടുത്ത് ശാന്തമായിട്ട് ഇങ്ങനെ ഇരുന്നാൽ തന്നെ മനസ്സ് സ്വസ്ഥമാകും. ഇങ്ങനെ മനസ്സിനെ സ്വസ്ഥമാക്കി പഠനത്തിലേക്ക് ഇരിക്കുമ്പോഴേക്കും വീണ്ടും ചില വാക്കുകൾ ആവർത്തിക്കണം. തീർച്ചയായിട്ടും എനിക്ക് സാധിക്കും. എൻ്റെ മുൻപിൽ അവസരങ്ങൾ തുറന്നു കിടക്കുകയാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എൻവയോൺമെൻറ്റിലാണ് ഞാൻ. എനിക്ക് എല്ലാ റിസോഴ്സുകളും ഉണ്ട്.
എൻ്റെ പേരൻസിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വിജയിക്കും. അതിനുവേണ്ടി ഞാനിപ്പോൾ ചെയ്യേണ്ടത് ഇന്നിൽ മാത്രം ഫോക്കസ് ചെയ്യുക. റൈറ്റ് നൗ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഫോക്കസ് ചെയ്തിട്ട് അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോഴും അത് ചെയ്യാൻ പറ്റാത്ത ആളുകൾ അവരുടേതായ ലെവലിൽ അഡീഷണലി ഒരു മൈൻഡിനെ ഉണർത്താൻ വേണ്ടി ചെയ്യേണ്ടത്, ചിലർക്ക് കൗൺസിലിംഗ് സപ്പോർട്ടാണ്, ചിലർക്കൊരു മെൻറ്ററിങ് സപ്പോർട്ടാണ്, ചിലർക്കൊരു ട്രാൻസ്ഫോർമേഷണൽ കോച്ചിങ് സപ്പോർട്ടാണ്. ഇതെല്ലാം സൈക്കോളജിസ്റ്റുകൾ പല സർവീസുകളാണ്. പക്ഷേ അതിനെല്ലാം അതിൻ്റെതായ രീതിയിലുള്ള ചില ടോൺ വ്യത്യാസങ്ങളുണ്ട്. പ്രോപ്പർ ഗൈഡൻസ് അവർ എക്സ്ട്രാ മനസ്സിൻ്റെ കാര്യത്തിൽ, സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ എന്തായി കൊച്ചിന് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത കോൺസെൻട്രേഷനാണ് പ്രശ്നം. അത് നമുക്കൊരു സപ്പോർട്ട് എടുക്കണം. മെമ്മറി സ്ട്രെസ് മൂലം ചിലപ്പോൾ നമുക്ക് ഡിപ്ലീറ്റഡ് ആയ പോലെ തോന്നും. അത് നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് പഠിച്ചെടുക്കണം. അപ്പോൾ റിലാക്സേഷൻ പ്രോഗ്രാമുകൾ നമുക്ക് പഠിച്ചെടുക്കണം. അപ്പോൾ അത് പലതുകൊണ്ട് പല രീതിയിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും ചിലപ്പോൾ ഇതൊന്നും ചില ആളുകൾക്ക് ഇതൊന്നും സാഹചര്യങ്ങൾ പറ്റിയില്ലെങ്കിലും മനസ്സിൻ്റെ ഉറച്ച വിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ വിശ്വാസം അതിലെല്ലാം എന്നാണല്ലോ. അപ്പോൾ അതിന് വേണ്ട തക്ക രീതിയിലേക്ക് പോകുമ്പോഴും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു പേഴ്സണൽ മെൻറ്ററിങ്ങും കൂടെ അഡീഷണൽ, ഇൻ അഡീഷൻ ടു ദ സബ്ജക്ട് കോച്ചിങ്, ഒരു ട്രാൻസ്ഫോർമേഷൻ മെൻറ്ററിങ്, ഒരു പെർഫോമൻസ് മെൻറ്ററിങ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ മേ ബി അത് അങ്ങനെ വരുന്ന കുട്ടികൾക്ക് നീറ്റ് അഡ്മിഷൻ കിട്ടുന്നത് കൂടുതൽ കണ്ടതുകൊണ്ടാകാം ഞാനിത് പറയുക. എല്ലാവർക്കും അതിലേക്ക് എത്താൻ പറ്റണമെന്ന് എടുക്കാൻ പറ്റണമെന്നൊന്നുമല്ല. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഇവിടെ പഠിപ്പിച്ച ആശയങ്ങളെല്ലാം തന്നെ അവർ പ്രാക്ടീസ് ചെയ്താൽ പോലും ഈസിയായിട്ട് അവർക്ക് നീറ്റ് നല്ല മാർക്കിൽ പാസ്സാകാനായിട്ട് പറ്റും. ഈ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് കാലിബർ ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ പഠിക്കാഞ്ഞിട്ടോ ഒന്നുമല്ല, അവരെ ആ പിന്നിലോട്ട് വലിക്കുന്ന ഫാക്ടേഴ്സ് എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കെട്ട് വിട്ട് കഴിഞ്ഞാൽ ഇവർ വളരെ ഫ്രീ ആണ്. അത് അവർക്ക് മുന്നോട്ട് പോകാനും വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പെർഫോം ചെയ്യാനും പറ്റുന്നതായിട്ട് കാണുന്നത്. അപ്പം എക്സ്പെഷ്യലി ഇനിയിപ്പം ഈ വരുന്ന മാസങ്ങൾ ജാനുവരി ഫെബ്രുവരി പറയണത് നമുക്ക് മോഡൽ എക്സാംസിൻ്റെ സമയമായി. ഇപ്പം ടോപ്പിക്സ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പം മോഡൽ എക്സാംസിലേക്ക് കയറുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ മോഡൽ എക്സാമും അവരൊരു മിനി നീറ്റായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതെ, അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പം ഓൾ യൂണിറ്റ്സ് വരുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും അവർക്ക് ആ ഒരു നീറ്റിനെ കാണണം, അല്ലെങ്കിൽ നീറ്റ് ഒരു അപ്പിയർ ചെയ്യുന്ന അതേ ഒരു സീരിയസ്നെസ്സോട് കൂടിയാണ് പലരും. അപ്പം പലർക്കും ആ സമയത്ത് അയ്യോ ഇതെനിക്ക് പാടാണ്, അപ്പം പിന്നെ ഇനി എനിക്ക് നീറ്റ് പാടാണോ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കും അതേപോലെ തന്നെ ഇന്നിപ്പം സാറിൻ്റെ സെഷൻ അറ്റൻഡ് ചെയ്ത കുറേയധികം കുട്ടികളുണ്ട്, ആൻഡ് അറ്റൻഡ് ചെയ്യാൻ പറ്റാഞ്ഞ കുറേയധികം കുട്ടികളുണ്ട്. അപ്പം ഇവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നീറ്റിന് വേണ്ടി ഒരുങ്ങാനായിട്ട് കുറച്ച് ടിപ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കുക, സ്ട്രെസ് മാനേജ് ചെയ്യാൻ. തീർച്ചയായിട്ടും നമുക്ക് അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ഇവർ വീഡിയോയിൽ കേട്ടിട്ടുണ്ട്. അതായത് നമുക്ക് ഇമോഷണൽ അവയർനെസ് എന്താണ്, എൻ്റെ പ്രസന്റ് കണ്ടീഷൻ. ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഡയഗ്നോസ് ചെയ്യും. സൈക്കോളജിസ്റ്റിന് അടുത്ത് വന്നാൽ ആദ്യം ഡയഗ്നോസ് ചെയ്യും എന്താണ് അവസ്ഥ എന്ന് നോക്കണം. ഇതെന്തുകൊണ്ട് വന്നു എന്ന് നോക്കണം. ക്ലാസ്മേറ്റ്സിൽ നിന്നാകാം, ചിലപ്പോൾ എൻ്റെ നേച്ചർ തന്നെ ആൻസൈറ്റി നേച്ചർ ആയിരിക്കും. ചിലർക്ക് ഈ ട്രൈ ആൻസൈറ്റി ഉണ്ട്, ചിലർക്ക് സ്റ്റേറ്റ് ആൻസൈറ്റി, അത് സിറ്റുവേഷൻ ഉണ്ടായതാണ്. മറ്റേതെന്ന് വെച്ചാൽ അവർ എൻ്റെ അച്ഛന് ആൻസൈറ്റി ഉണ്ട്, അമ്മയ്ക്ക് ആൻസൈറ്റി ഉണ്ട്, എനിക്കും ഉണ്ട്. ആ അവരുടെ ട്രേറ്റ്സ് അങ്ങനെ കിടക്കുകയാണ്. ഓവർ തിങ്കിങ്ങിലൊക്കെ സ്പെഷ്യലിസ്റ്റുകളാണ്. ഇതെന്റെ ഭാഗമാണ് ചിന്തിക്കുക, അത് ഇവിടെ വന്നുകൊണ്ട് വന്നതല്ല. അപ്പൊ അതെന്റെ ഭാഗമാണ് വന്നതെന്നുള്ള തിരിച്ചറിഞ്ഞ ഇമോഷണൽ അവയർനെസ് വരുമ്പോൾ ഞാൻ കരുതിയിരിക്കണം എൻ്റെ ഈ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ എന്നെ അസ്വസ്ഥപ്പെടുന്നത് എൻ്റെ കഴിവില്ലായ്മ കൊണ്ടല്ല, അതെൻ്റെ സ്വഭാവം അങ്ങനെയാണ്, എൻ്റെ രീതി അങ്ങനെയാണ്. അപ്പൊ അതിനെ കുറച്ചുകൂടെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു പേടി അങ്ങ് പോകും. അതിപ്പോ നമ്മൾ വിചാരിക്കണം അതിപ്പോ ഒരു ടെമ്പററി ആയിട്ട് വന്നിരിക്കുന്ന സാധനമാണ്. എത്രയോ പരീക്ഷ എഴുതി 10ലും +2 നല്ല മാർക്ക് വാങ്ങി വന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് ഞാൻ തന്നെ ഇന്ന് ഇടയ്ക്ക് ഓർക്കണം. ഇതിനുപോലെ ഇവിടെ ആൾക്കാരൊക്കെ ഞാൻ MLA അവാർഡ് MB അവാർഡൊക്കെ വാങ്ങിച്ച ആളാണ്, പക്ഷെ ഇപ്പൊ എൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന രീതിയിലൊരു ഫീലിംഗ് വരും. അപ്പോൾ ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. അപ്പോൾ ഒന്ന് ഇമോഷണൽ അവയർനെസ്, 2 ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്, ഫോക്കസ് ഓൺലി ഓൺ യുവർ ഗോൾ. അതിനിടയ്ക്ക് ഇവിടെ പലതും സംഭവിച്ചേക്കാം. ഈ ലൂസ് ടോക്സ് കേൾക്കരുത്, ക്ലാസ്മേറ്റ്സിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് വിഷമായിരുന്നു അവർ പറയുമ്പോൾ മറ്റേ ആൾ എനിക്ക് വിഷമാണെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ചിന്തകൾ അങ്ങനെ പോകും. കാരണം മനുഷ്യൻ പെട്ടെന്ന് ഇൻഫ്ലുവൻഷ്യലാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് പിയർ പ്രഷർ ഭയങ്കരമാണ്. കാരണം ബാക്കി വേറൊരാൾ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവര് ഫ്രണ്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ഫ്രണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ അവക്കും കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്കും കിട്ടത്തില്ല, അല്ലെ അവനും കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്കും കിട്ടത്തില്ല. അവന് ബിരിയാണി കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ? അതില്ലല്ലോ. അപ്പൊ ഐസ്ക്രീം അവന് കഴിക്കാൻ പറ്റില്ല, നീ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ കഴിക്കുന്നു പറയുന്നുണ്ട്. അതേ ലാഘവത്തിലെടുക്കണം. പക്ഷെ ലൂസ് ടോക്സ് കേൾക്കാൻ പോകരുത് എന്നുള്ളതാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ടോക്സിക് ആൾക്കാർ അല്ല കൂടെ ഉള്ളതെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവ് കമന്റ് പറയാൻ സാധ്യതയുള്ള ആൾക്കാരെ മാറി
നമ്മളൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പിങ്ക് ബബിളിൽ നിൽക്കുന്ന പോലെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന നമുക്കൊരു പോലെ സേഫ് ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്തിട്ട് കണ്ടില്ല, അതെ കേട്ടില്ല എന്നുള്ള ലെവലിലേക്കൊക്കെ പോകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് വെച്ച് ക്ലാരിഫൈ ചെയ്യണം. ഫ്രണ്ട്സ് ഇങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്യാം. ഇവിടെ നല്ല ഇൻസ്ട്രക്ഷൻ ഇല്ല അതേപടി പാലിക്കപ്പെടുക എന്നുള്ളതാണ്. രാത്രി ഉറങ്ങുന്നതിന് മുൻപും രാവിലെ എണീക്കുമ്പോഴും ഒരു 10 മിനിറ്റ് സമയം നമ്മുടെ ബ്രീത്തിൽ ഫോക്കസ് ചെയ്ത് നമ്മളുടെ മനസ്സിൽ ഭാവനയിൽ ഞാൻ നന്നായിട്ട് പഠിക്കുന്നു, മാർക്ക് വരുന്നതും എനിക്ക് പരീക്ഷ നന്നായിട്ട് നീറ്റിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു, നീറ്റ് എക്സാം നന്നായിട്ട് എഴുതുന്നു, നീറ്റ് എക്സാം കഴിഞ്ഞിട്ടുള്ള കൗൺസിലിംഗ് പ്രോസസ്സ് നമുക്ക് റിസൾട്ടിലേക്ക് വരുന്നു, റിസൾട്ട് കിട്ടുന്നു, നീറ്റ് കിട്ടുന്നു, കൗൺസിലിംഗ് പ്രോസസ് കൊടുക്കുന്നു, ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷൻ കിട്ടുന്നു. ഇത് ഇന്ന് മുതൽ പരീക്ഷ തീരുന്നവരെ നടക്കുന്നത് പോലെ 3D ആയിട്ടോ സിനിമാസ്കോപ്പിലോ 4DX ഒക്കെ വെച്ചിട്ടോ കുഴപ്പമില്ല, ഭാവനയിൽ വന്ന് ബ്രെയിൻ അത് ഫുള്ള് മനോചിത്രമായിട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതിന് നടക്കാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ആക്ഷനോടെ കൂടെ എടുത്ത് എന്ന് വെച്ചാൽ നമ്മളെ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവായി കഴിഞ്ഞാൽ സമയമാകുമ്പോൾ ഇത് ശിശുവായിട്ട് പുറത്തേക്ക് വരുന്ന പോലെ തന്നെ കൺസീവ് ചെയ്യണം നീറ്റിൻ്റെ അഡ്മിഷൻ. പല ആൾക്കാരും ആൻസൈറ്റി മൂലം കൺസീവ് ആകത്തില്ല. അപ്പം ഇങ്ങനെ ഇത് നിരന്തരമായി ഏറ്റവും നല്ലത് ഉണർവിൽ നിന്ന് ഉറക്കത്തിലേക്ക് പോകുന്ന ആ സമയത്ത് ആൽഫ സ്റ്റേറ്റിലേക്ക് മൈൻഡ് പോകുമ്പോൾ രാത്രി പഠനം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയത്ത് അവസാനത്തെ ചിന്തിച്ച് കിടക്കേണ്ടത് നാളെ എന്താവും എന്നുള്ള ടെൻഷനല്ല, മറിച്ച് ഈ മനോചിത്രം. അതാണ് ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്നു. ഈ മനോചിത്രം നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യിച്ച് നമ്മളതിലേക്ക് കണക്ട് ചെയ്ത് നമ്മളങ്ങനെ ഉറങ്ങി രാവിലെ എണീക്കുമ്പോഴും ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് അതിൽ തന്നെ ഒന്ന് ചിന്തിച്ച് ഉണർന്ന് പിന്നെ ഫോക്കസ്ഡ് ആയിട്ട് പഠനത്തിലേക്ക് കണക്ട് ചെയ്ത് പഠിച്ച് പോവുക. എന്തെങ്കിലും ആൻസൈറ്റീസ് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ മറച്ചു വെക്കരുത്. പേരൻസിനോട് സംസാരിക്കുക, ടീച്ചേഴ്സ് സംസാരിക്കുക, ഹെൽപ്പ് എടുക്കുക. ഓരോ വാക്കിലും നോട്ടത്തിലും സംസാരത്തിലും എല്ലാം വിജയിച്ച ഒരാളെ പോലെ നടക്കുക. ആക്ട് ആസ് ഇഫ് എന്ന് പറയും. നീറ്റ് കിട്ടിയ ഒരാളെ പോലെയാണ് ബ്രില്യൻറ്റിലൂടെ നടക്കേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൈക്കോളജിയുടെ പ്രത്യേകത ഇതാണ്, ആക്ട് ആസ് ഇഫ്. എന്തില്ലാതിരിക്കുകയോ അത് ആക്ട് ചെയ്യുമ്പോൾ ബ്രെയിൻ അതിലേക്ക് കണക്റ്റഡ് ചെയ്യും. തോട്ട്സ് എന്ന് പറയുന്ന ഹയസ്റ്റ് ഫോം ഓഫ് എനർജിയാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ മനസ്സിൽ വന്നൊരു ചിന്തകൾ തന്നെയല്ലേ പിന്നീട് ഞാൻ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ പോലെ നടക്കുന്നത്. അപ്പോൾ നീറ്റ് കിട്ടി എന്നുള്ള സാധനം ഉള്ളിൽ ജനിപ്പിച്ചാൽ അതിനുവേണ്ടി ആക്ഷനും കൃത്യമായിട്ട് നടത്തുമ്പോൾ അവർക്ക് കിട്ടും എന്നുള്ള കാര്യമാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. പക്ഷേ എന്തെങ്കിലും ഒരു അസ്വസ്ഥത മൂലം നിങ്ങൾ സ്റ്റക്കാകാൻ തോന്നിയാൽ ഉടനെ അതിനുള്ള മനഃശാസ്ത്രപരമായ സപ്പോർട്ടൊക്കെ എടുത്ത് ഉഷാറാവുക. So thank you so much, sir, for this valuable words, because as we are approaching the 2025, നമുക്കറിയാം ഒത്തിരി അധികം കാര്യങ്ങളിൽ കൂടിയാണ് കുട്ടികൾ നടന്നു പോവുക. അതായത് അക്കാഡമിക് സൈഡിൽ നിന്നുള്ള പ്രിപ്പറേഷൻസും അതിനേക്കാൾ കൂടുതലായിട്ട് മെൻ്റൽ സ്ട്രെസ്സാണ് അവരെ പുറകോട്ടേക്ക് വലിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു മെൻ്റൽ സ്ട്രെസ്സിനെ, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് വിജയത്തിലേക്ക് അടുക്കാം എന്നുള്ളതിന് ഇതിലും നല്ലൊരു സെഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടില്ല എന്ന് തോന്നുന്നു. ഇൻ എവറി ആസ്പെക്ട്, എല്ലാ മേഖലയിൽ നിന്നുമുള്ള ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് അപ്പം സാറ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളും ഒത്തിരിയധികം സന്തോഷത്തോടു കൂടി ഇവിടുന്ന് ഇന്ന് സെഷൻ കഴിഞ്ഞ് പോയിട്ടുള്ള കുട്ടികൾ അവരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ മുന്നോട്ടുള്ള വിജയയാത്ര തുടരട്ടെ എന്ന് ഒത്തിരി ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിപിൻ സാറിനെയും ഒത്തിരി സന്തോഷത്തോടു കൂടി ഓർക്കുന്നു. ആൻഡ് വി ആർ എക്സ്പെക്ടിങ് മോർ അസോസിയേഷൻസ് വിത്ത് യു ആൻഡ് വിത്ത് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. അതെ, കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട്, ഒരു മെൻ്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത്, അതും ഇത്രയും അറിവുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു മെൻ്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ക്വൈറ്റ് അമേസിങ്. സർ, താങ്ക് യു സോ മച്ച് സർ ഫോർ ബീങ് വിത്ത് അസ് അറ്റ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സാറിൻ്റെ ക്ലാസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വരുമ്പോൾ നല്ല നെഗറ്റീവായിട്ടാണ് വന്നത്. ലൈക്ക് നെഗറ്റീവ് വൈബോടുകൂടി ലൈക്ക് എങ്ങനെയായിരിക്കും ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന് അറിയാതെ വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ലൈക്ക് നമ്മൾ ഓരോന്നും ലൈക്ക് ഇവർ പറയുന്ന പോലെ തന്നെ EM ബേസ് അതൊക്കെ ലൈക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒറിജിനലായിട്ട് നമുക്ക് കിട്ടിയ ഫീലാണുള്ളത്. ഇപ്പോൾ പോകുമ്പോൾ ഒരേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ എന്തായാലും അത് നേടിയെടുക്കും. ഞാൻ എന്താഗ്രഹിച്ചോ അതെന്തായാലും ഞാൻ നേടിയെടുക്കും. എൻ്റെ പേര് അഭിത്രേസ. ഞാൻ Q32 ബാച്ചിലാണ് പഠിക്കുന്നത്. അടിപൊളി ക്ലാസ് ആയിരുന്നു വിപിൻ സാറിൻ്റെ ക്ലാസ്. എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്ലാസ് ആയിരുന്നു. കുറേ തവണയായിട്ട് മോട്ടിവേഷൻ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇത്രയും നല്ലൊരു മോട്ടിവേഷൻ കേട്ടിട്ടില്ല. ഒരു മെഡിറ്റേഷൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു.
ആൻഡ് ഞാൻ എന്താണെന്ന് ഞാൻ റിയലൈസ് ചെയ്ത ഒരു മൊമെൻ്റ് ആയിരുന്നു. ആക്ച്വലി സാറ് പറഞ്ഞപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് അങ്ങനെ വിഷ്വലൈസ് ചെയ്തു. ഞാൻ ഏത് കോളേജിലാണ് പഠിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എല്ലാ പ്രൊസീജിയേഴ്സും സാറ് പറഞ്ഞ ഒരു ഡോക്ടറിലോട്ട് എന്നെ എത്തിച്ചപ്പോൾ ഐ ഫീൽ ദാറ്റ് ഐ ഹാവ് ബിക്കം എ ഡോക്ടർ. സാറിന്റെ വീഡിയോ കണ്ടതിലൂടെ ഒത്തിരിയേറെ നമുക്ക് മോട്ടിവേറ്റ് ആവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ മോട്ടിവേഷൻ കേട്ടതിലൂടെ. ഹായ്, എൻ്റെ പേര് മെഹക്, ഞാൻ P11 ബാച്ചിൽ നിന്നാണ്. അപ്പോൾ ഈ എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചില സമയത്ത് പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര മൂഡ് ഔട്ടായിട്ട് മൈൻഡൊക്കെ ആകെ ബ്ലാങ്ക് ആയിരിക്കുന്ന സമയത്ത് ഭയങ്കര ഹെൽപ്ലെസ് ആയിരിക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന പല മൊമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനത്തെ ഓരോ മോട്ടിവേഷൻ ക്ലാസ്സസ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് ബ്ലാങ്ക്ഡ് ഔട്ട് ആകുമ്പം, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവുന്ന സമയത്തും ഈ ഇങ്ങനത്തെ മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഹായ്, എൻ്റെ പേര് നിരഞ്ജന, ഞാനും P11 ബാച്ചിൽ നിന്നാണ് വരുന്നത്. സാർ എന്നോട് പേഴ്സണലി കൺവേ ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 6-7 മാസമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ മോഡൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ഇപ്പം എൻ്റെ പ്രശ്നങ്ങൾ എന്താണോ അതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് സാറ് കൃത്യമായിട്ട് സംസാരിച്ചു. മാം ആയാലും ശരിക്കും എങ്ങനെ നമ്മൾ ചുരുങ്ങിയൊരു സമയം കൊണ്ട് റിലാക്സ് ചെയ്യണം എന്ന് പറഞ്ഞു തന്നു. കാരണം ഒരു ഡീപ് ബ്രെത്ത് എടുത്ത് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പോലും ഒരു ടൈം എടുക്കാറില്ല. കാരണം വെച്ചാൽ അതിനുള്ള സമയം കൂടി കളയണ്ട, ആ സമയം എടുത്ത് 2 ക്വസ്റ്റ്യൻ ചെയ്യാമെന്നാണ് വിചാരിക്കുക. പക്ഷേ ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, എങ്ങനെ അതിൽ കൂടെ നമുക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആവാം. ഒരു മിനിറ്റ് പോലും കളയാതെ നമുക്ക് എങ്ങനെ പീസ്ഫുൾ ആയിട്ടിരുന്ന് പഠിക്കാമെന്ന് ശരിക്കും ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. ലക്ഷ്യം എന്താണെന്നും അതിലേക്ക് എത്തിപ്പെടേണ്ടത് ഏറ്റവും ഈസിയസ്റ്റ് ആയ വേ എന്താണെന്നും ശരിക്കും മോട്ടിവേഷൻ ക്ലാസ് കൊണ്ട് ശരിക്കും മനസ്സിലായി. ഹായ്, അപ്പം എൻ്റെ പേര് അനുഷ സുരേഷ്. ഞാൻ ആക്ച്വലി ചെന്നൈയിൽ നിന്നാണ്, ബാച്ച് Q7 ആണ്. ഇതുവരെ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഇതുവരെ പോയിട്ടില്ല. ആക്ച്വലി ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി. സാർ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ, സാർ ഇങ്ങനെ കണ്ണടച്ച് ഓരോന്ന് പറയുമ്പോൾ നമുക്കതിങ്ങനെ ഫീൽ ചെയ്തിട്ട്, സാർ വൈറ്റ് കോട്ട് സെറിമണി, പിന്നെ ഫ്രഷേഴ്സ് ഡേ, അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കിങ്ങനെ ഫീൽ ചെയ്ത് നമുക്കിങ്ങനെ ഇൻസ്പയർ ആവാൻ പറ്റി. ശരിക്കും ഒരു ഡോക്ടറായി. അപ്പോൾ ഇനി തൊട്ടിട്ട് നന്നായി വർക്ക് ചെയ്യണം. ഹായ്, ഐ എം നെയ്മ. എനിക്ക് സാറിൻ്റെ വീഡിയോ വളരെ ഉപകാരപ്പെട്ടു. ഞാൻ ഇവിടെ വന്ന് അധികം മോട്ടിവേഷൻ ക്ലാസ്സിലൊന്നും ഏർപ്പെട്ടിട്ടില്ലെങ്കിലും ഇതിൽ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. ഞാൻ വന്നു. എനിക്ക് സാറ് പറഞ്ഞ ഓരോ കാര്യം എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റി. സോ എന്താ പറയുക, എനിക്ക് അത്ര ഉപകാരപ്പെട്ടു ഈ ക്ലാസ് എന്ന് പറയുന്നത്. താങ്ക്സ് സോ മച്ച് സർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.